അതിട്ട് ഉണ്ടോ ഇത്രേ ഉള്ളൂ ഇത് ഇടാനുള്ള പണി. ഇത് നമ്മൾ കുറേ ആളുകൾ ഇതെങ്ങനെ ഇടുക കൂട്ടിയിട്ട് നമ്മൾ ഒരു മെഷീൻ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഹൈ ടെക് ആൻഡ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് 2 സ്റ്റോക്ക് മെഷീൻ്റെ എൻജിൻ കേസാണത്. അതായത് ഇങ്ങനെ വരുന്ന ഭാഗം, അതായത് ഇവിടുത്തെ ഓയിൽ സീൽ കംപ്ലൈൻ്റ് ആയിട്ട് ഓയിൽ പുറത്തേക്ക് പോകും. അങ്ങനെ ഈ കേസിനുള്ളിൽ ഓയിൽ നിൽക്കാതെ വരും. ഓയിൽ നിൽക്കാതെ വരുന്ന സമയത്ത്, വർക്ക് ചെയ്യുന്ന സമയത്ത് പല കംപ്ലൈൻറ്റുകളും, ഇവിടെയുള്ള വയറിങ്ങുകൾ പോകും. അതുപോലെ തന്നെ ഈ മുകളിലുള്ള വയറിങ്, അതൊക്കെ ഈ വയറിംഗ് ഒക്കെ പോകുന്നതിൻ്റെ മുമ്പായിട്ട് കംപ്ലൈൻ്റ് ആവുക. ഇതാ ഈ റിങ്സ് പിസ്റ്റലിൽ ഇങ്ങനെ രണ്ട് സെറ്റ് ആവുക ചെയ്യുക. ഉണ്ടോ, ഓയിൽ കറക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒന്നായിട്ട് ഇതിൽ സെറ്റ് ആവും. ഇത് കാണുന്നുണ്ടോ? ഉണ്ടോ, ഇത് ഒരെണ്ണം ഇതിൽ അവിടെ സെറ്റായി പോയി. ഉണ്ടോ, അതിനുള്ളിൽ ടൈറ്റായി. ഉണ്ടോ, പുറത്തേക്ക് വലിച്ചെടുത്താൽ കിട്ടും, ഉള്ളിലേക്ക് ആക്കിയാൽ അവിടെ തന്നെ നിൽക്കും. അങ്ങനെയല്ല ശരിക്കനാവുക. ഈ മുകളിലുള്ളതിന് അങ്ങനെ കംപ്ലൈൻറ്റ് പറ്റിയില്ല, താഴെയുള്ളതാണ് അങ്ങനെ ആയത്. കണ്ടോ, ഇതിങ്ങനെ ടൈറ്റാക്കി പിടിച്ച് വിട്ടാൽ പുറത്തേക്ക് തന്നെ വരും. ഇതാണ് പക്ഷേ അങ്ങനെ വരുന്നില്ല. ഇത് ഒരു ഭാഗം വരുന്നുണ്ട്, ഒരു ഭാഗം അതിനുള്ളിൽ ടൈറ്റായി. അതുപോലെ തന്നെ ഈ ഭാഗം സിലിണ്ടറിൽ ഒരഞ്ഞും പോയി, സിലിണ്ടറിനുള്ളിൽ ഒരഞ്ഞും പോയി. പക്ഷേ അങ്ങനെ ചെറിയ ലക്ഷണം കണ്ടപ്പോഴത്തേക്കും ഞാനത് അഴിച്ചു മാറ്റിയതുകൊണ്ട് ഇത് മാത്രം മാറ്റിയാൽ മതി എന്നുള്ള ധാരണക്കാണ് ഇത് ചെയ്യുന്നത്. ഇനി പവർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് മാറ്റും. ഇതിന് ചെറിയ വരഞ്ഞതായിട്ട് കാണുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ആയതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം ഇത് മാറ്റുന്നില്ല. ഇത് മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് കൂടി കാണിച്ചു തരാം. അപ്പം ഒരു കംപ്ലൈൻറ്റ് കണ്ട ഉടനെ, പവർ കുറഞ്ഞ ഉടനെ ഇതന്നെയാണെന്ന് നിഗമനത്തിലെത്തരുത്. കാർബറേറ്ററിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും പവർ കുറയും. ഇതിൽ കാർബറേറ്റർ ക്ലീൻ ചെയ്തിട്ടും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ഇത് അഴിച്ചു മാറ്റിയിട്ട് പുതിയ എണ്ണം ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പുതിയ വാങ്ങിയിട്ടുണ്ട്. ഈ പുതിയ ഇട്ടിട്ട് ഇത് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ വീഡിയോ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രമാണ്, ഇതെങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനുള്ളിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. ഈ ഭാഗത്ത് ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ മുൻഭാഗത്തേക്ക് തിരിച്ച്, ഇങ്ങനെ പുറത്തേക്കും മുൻഭാഗത്തേക്കും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് വരും. അങ്ങനെയാണ് ഇത് എടുക്കേണ്ടത്. രണ്ട് ഭാഗത്തും ഉണ്ടാവും. അപ്പോൾ നമ്മൾ തട്ടിയിട്ട് ഒരു ഭാഗത്ത് ക്ലിപ്പ് അയച്ചിട്ടുള്ളൂ. ഈ ക്ലിപ്പ് ഒരു ഭാഗത്ത് അയച്ചു, ഒരു ഭാഗത്ത് കൂടി ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ടാവും, സർക്ലിപ്പ് ഉണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ഒരു രണ്ട് ഭാഗത്ത് അഴിക്കണം എന്നില്ല. അപ്പോൾ അഴിച്ചു, ഇത് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഇതെല്ലാം പുറത്തെടുത്തിട്ടുണ്ട്. ഈ വയറിങ് ഇടാൻ പറ്റും, ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇത് എടുക്കുന്നില്ല. പുതിയതുണ്ട്, അപ്പോൾ തേയ്മാനം സംഭവിച്ച് കാണും. ഒരു പക്ഷേ അത് ഓയിൽ കമ്മിയായി ഓടിയത് കൊണ്ട് നല്ല തേയ്മാനം ഉണ്ടാവും. നമുക്ക് പുതിയ തന്നെ ഇടാം. അപ്പോൾ നമ്മൾ പുതിയ പിസ്റ്റണിൽ ഒരു സർക്ലിപ്പ് ഇതിൻ്റെ ലോക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇടാനുള്ളത് ഇതിൻ്റെ നീഡിലും വയറിങ്ങുമാണ്. അതും കൂടി ഇട്ടതിന് ശേഷം ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് ലോക്കാവും. നമുക്കിതിൽ ചെയ്യാനുള്ളത് നമ്മുടെ ഇതൊന്നും മാറ്റുന്നില്ല, അതായത് ക്രാങ്കൊന്നും മാറ്റുന്നില്ല. വയറിങ് വെച്ചതിന് ശേഷം പിസ്റ്റണും ഇതിലേക്ക് വെക്കുക. ഇതിന് മുമ്പ് കുറച്ച് ഓയിൽ അതിലാക്കി കൊടുക്കണം. നീഡിൽ വയറിങ് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നേരെ ഫിറ്റ് ചെയ്യുക. ഇതിപ്പം ഇങ്ങനെ പ്രത്യേകിച്ച് കാണിച്ചേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടാണ്. അപ്പോൾ ഡീപ്പായിട്ട് പറഞ്ഞിട്ടില്ല. കുറേ ആളുകൾ നമ്മൾ സ്പെയർ വാങ്ങും, പക്ഷെ എങ്ങനെ ചെയ്യുക എന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, പിസ്റ്റൺ ഇടുന്ന സമയത്ത് നമ്മുടെ സൈലൻസർ വരുന്ന ഭാഗത്തേക്കായിരിക്കണം ഈ ആരോ മാർക്ക് വരേണ്ടത്. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ അത്രയും നല്ലതായിരിക്കും. അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇതിൽ നീഡിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നേരെ ഷാഫ്റ്റ് ഇട്ട് നോക്കിയാൽ പ്രശ്നം തീർന്നു. അപ്പം അതിട്ട് ഉണ്ടോ,
ഇത്രേ ഉള്ളൂ ഇത് ഇടാനുള്ള പണി. ഇത് നമ്മൾ കുറേ ആളുകൾ ഇതെങ്ങനെ ഇടുക, ഞങ്ങൾക്ക് അഴിക്കാൻ കിട്ടുന്നില്ല, അതെങ്കിലും ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയാറുണ്ട്. അപ്പോൾ പരാതിക്ക് ഒന്നും ഇടവരുത്തേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് വീണ്ടും ഞാനിത് കാണിച്ചു തരുന്നത്. പിന്നെ രണ്ടാമത് ഇവിടുന്ന് ഒരു സർക്ലിപ്പ് ഊരിയാൽ മതി എന്ന് പറഞ്ഞല്ലോ. 2 ഭാഗത്ത് ഊരി കഴിഞ്ഞാൽ ഇതിൽ പുതിയതിൽ സെറ്റിൽ ഉണ്ടാവും. അപ്പം 2 ഭാഗത്തും അത് മാറ്റിയിട്ടാൽ മതി. പഴയതിൽ അതിൻ്റെ ഒരു ഭാഗത്ത് തന്നെ അത് കിടന്നോട്ടെ, അത് പ്രശ്നമല്ല. ഈ ഭാഗത്തു കൂടി ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ വർക്ക് പൂർത്തിയായി. ഒറ്റ പ്രസ്സിങ്ങോട് കൂടി ഉള്ളിലേക്ക് ചാടണം. പുറത്തേക്ക് വന്നാൽ വീണ്ടും വീണ്ടും ചെയ്യുക, അല്ലാതെ ഒരു നിവൃത്തിയില്ല. ഇതിൻ്റെ ലോക്ക് ഇവിടെ ഒരെണ്ണം ഇപ്പം ഇട്ടത്, രണ്ടാമത്തെ ഇത്. ഇങ്ങനെ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിലായി. ഇതാണ്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിസ്റ്റൺ പോയി എന്നും പറഞ്ഞിട്ട് പിന്നെ ചെറിയ കംപ്ലൈൻറ്റൊന്നും പിസ്റ്റൺ റിങ്സ് ഒന്നും മാറ്റാൻ നിൽക്കണ്ട. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം, അതായത് സിലിണ്ടർ അഴിച്ചു മാറ്റിയിട്ട് നോക്കണം വലിയ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടോന്നോ, ഇതേപോലെയൊക്കെ ആയിട്ടുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് മതി ഇങ്ങനെയുള്ള റിപ്പയറിങ്. ഈ ലോക്ക് ഇടാനൊക്കെ കുറച്ച് പാടുപെടും കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ഇട്ടത് പെട്ടെന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു, രണ്ടാമത് ഇട്ടത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ്, ചെയ്യാത്ത ആളുകൾക്കൊക്കെ ഇങ്ങനെ വരും. അതേപോലെ തന്നെ എനിക്കും ഇതിടാം, രണ്ടാമത്തെ ഇടാൻ കുറച്ച് പ്രയാസം വന്നിട്ടുണ്ട്, പ്രയാസം ഉണ്ടാവും. അതൊന്നും സാരല്ല. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ ടൂളുകൾ വേണം. ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് പ്രയാസമില്ലാതെ തന്നെ ചെയ്യാം. ടൂളില്ലാതെ ഇതിന് ഇങ്ങനെയുള്ള ക്ലിപ്പുകളൊന്നും ഇടാൻ കഴിയില്ല. അതേപോലെ തന്നെ സർക്ലിപ്പുകൾ ഇടാൻ കഴിയില്ല, ലോക്ക് ഇടാൻ കഴിയില്ല. ഇതന്നെ വേണം ഇതേപോലുള്ളത്. അപ്പം ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നുണ്ട്, മനസ്സിലായി എന്ന് വരുന്നുണ്ട്. റിപ്പയർ ചെയ്യുന്നത് സ്വന്തമായിട്ട് റിപ്പയർ ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. റിസ്ക് ആണെങ്കിൽ സ്പെയറൊക്കെ വാങ്ങിയിട്ട് റിപ്പയർ ഷോപ്പിൽ കൊണ്ടുപോയി ചെയ്താലും പ്രശ്നമൊന്നുമില്ല. റിസ്ക് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അത് ചെയ്തിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ലൂസായിട്ടോ അല്ലെങ്കിൽ ഒരു ഭാഗം പുറത്തേക്കൊക്കെ നിന്നിട്ടോ ഒക്കെയാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് തന്നെ ആവും. അപ്പോൾ ചെയ്തതിൽ നേരെ വിപരീതമായിരിക്കും ഉണ്ടാവുക. ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ട് ചെയ്യാൻ കഴിയുന്നുള്ള കോൺഫിഡൻസോട് കൂടി മാത്രം ചെയ്യുക. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം വർക്ക് ചെയ്താലും മതി. അത്രേ ഉള്ളൂ. അപ്പം ഈ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ബുള്ളറ്റിനൊക്കെ പോകുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇതൊരു ഉപകാരം ആവുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടുവരെ ബൈ. അടുത്ത് വരാൻ പോകുന്ന വീഡിയോ നമ്മൾ ഈ ചാക്കിൽ വെച്ച ഈ സ്പെയറുകളുണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് കഴുകി വൃത്തിയാക്കിയിട്ട് ഓരോ മെഷീനിൽ നിന്ന് കിട്ടിയതാണ്. ഇതൊക്കെ കൂടി ഓരോരോ മെഷീനിൽ പഴുത് പൊറുക്കിയെടുത്താണ്. അപ്പം ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് നമ്മൾ ഒരു മെഷീൻ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം പുതിയത് വേണ്ടി വരും. അപ്പം ആ പുതിയ